നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി F15 5G. ഏകദേശം കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയ ഫോണാണ്. ഞാൻ ഇടാൻ വൈകിയെന്ന് എനിക്കറിയാം. 2-3 ദിവസമായിട്ട് പനിയായിരുന്നു, അതിൻ്റെ ക്ഷീണം എപ്പോഴും ഉണ്ട്. പിന്നെ സ്കൂളൊക്കെയാണ്, കുറച്ച് തിരക്കാണ്, പിന്നെ മറ്റു വീഡിയോസ് വരുന്നുണ്ടല്ലോ. ഞാൻ പതുക്കെ റോളപ്പ് ചെയ്ത് വരികയാണ്. സോ ബോക്സിൽ എന്താണ് നോക്കുകയാണെങ്കിൽ ചാർജർ വരുന്നില്ല, സ്വാഭാവികം. C-to-C കേബിൾ, അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ സാധാരണ അവർ തരാറുള്ളത്. സിം ടൂളും വരുന്നുണ്ട്. ഫോണിൻ്റെ കൂടെ ആകെ 3 സാധനം മാത്രമേ കിട്ടത്തുള്ളൂ, സ്വാഭാവികം. നിങ്ങൾക്ക് കളേഴ്സ് 3 വരുന്നത്. ബ്ലാക്ക് ഉണ്ട്, ഒരു വയലറ്റ് ഉണ്ട്, ഒരു ഗ്രീനും വരുന്നുണ്ട്. പ്രൈസ് നോക്കുകയാണെങ്കിൽ 4128 പ്രൈസ് 15,999 രൂപയും. അത് നിങ്ങൾക്ക് ഏകദേശം എഫക്റ്റീവ് പ്രൈസിലേക്ക് വരുമ്പോൾ 12,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. 6128 15,000 രൂപ, അതായത് 14,500 വരുന്നത്. എഫക്റ്റീവ് പ്രൈസ് 13,500 നിങ്ങൾക്ക് കിട്ടും. എടുക്കുകയാണെങ്കിൽ 6128 എടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് 4 എടുക്കുന്നതിൽ ഇപ്പോൾ അർത്ഥമില്ല. കാരണം 4 ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറ്റില്ല. മിനിമം 6GB അല്ലെങ്കിൽ 8GB ഓഫ് റാം, പറ്റുമെങ്കിൽ 12GB എടുക്കുക. 8GB ഈസ് മോർ ദാൻ ഇനഫ്. അത് ഗെയിമിംഗ് ആയാലും എന്തായാലും ശരി. ഡിസൈനിലേക്ക് നോക്കുന്ന സമയത്ത് സാധാരണ സാംസങ് തള്ളി ഒരു ഡിസൈൻ, അത് രസമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ഫ്ലാഗ്ഷിപ്പിനും ഈ ഡിസൈൻ, അവരുടെ മിഡ് റേഞ്ചിനും ഈ ഡിസൈൻ, അവരുടെ ഏറ്റവും താഴെക്കടയുള്ളതിനും ഈ ഡിസൈൻ, എല്ലാത്തിനും ഒരേ ഡിസൈൻ, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, ഗ്ലോസി ഫിനിഷാണ്, മാറ്റ് ഫിനിഷ് അല്ല. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. നല്ല കാര്യം. 214 ഗ്രാം വെയിറ്റ്, 9.3 mm തിക്നെസ്, 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. നല്ല കാര്യം. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് കിട്ടുന്നത്. അതായത് ഒരേ സമയത്ത് 2 സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും മാത്രമേ ഇടാൻ പറ്റൂ. മെമ്മറി കാർഡിന് ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ മെമ്മറി കാർഡ് ഇടുകയാണെങ്കിൽ ഒരു സിമ്മേ ഇടാൻ പറ്റുള്ളൂ. അതാണ് വ്യത്യാസം. ഇനി മറ്റ് ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് മറന്നത്. അതുകൊണ്ട് ടൈം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കണ്ട. ലൈക്കൊക്കെ ചെയ്ത് ഇട്ടേക്ക് എന്തായാലും. ഇനി ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. ഡിസ്പ്ലേ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD+ AMOLED സ്ക്രീനാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. 800 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ ഡ്രോപ്പ് നോച്ചാണ്. എന്തിന് എനിക്കറിഞ്ഞൂടാ. അവർക്ക് സംഭവം 15,000 അറിയാം, പക്ഷേ ഡ്രോപ്പ് നോച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വലിയ നല്ല ചാക്ക ബെസൽസും വരുന്നുണ്ട്. ചിഹ്നമാണെങ്കിലും നല്ല വലുപ്പമുണ്ട്. വൈഡ് വൈൻ L1ൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. SGS ബ്ലൂ ലൈറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. മോണോ സ്പീക്കർ മാത്രം, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. ഇനി ഹെഡ്ഫോൺസ് ജാക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3.5 mm ഓഡിയോ ജാക്ക്, അത് ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. HDRൻ്റെ സപ്പോർട്ട് പരാമർശിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലൊരു AMOLED സ്ക്രീൻ, 90 Hz ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ്സും കിട്ടും. പക്ഷേ മോണോ സ്പീക്കറാണ്, HDR ഇല്ല. അപ്പോൾ ഒരു ആവറേജ് സെറ്റപ്പ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, ശരിയാണ്. ഡിസ്പ്ലേ നല്ലതാണ്. പക്ഷേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറും ആ പഞ്ച് ഹോളും ആക്കിയിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. അവർക്കത് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഡയമൻസിറ്റി 6100+ 5G ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X, UFS 2.2, 6nm ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉണ്ടാക്കിയ ചിപ്സെറ്റാണ്. 4,10,000 പുറത്ത് AnTuTu സ്കോർ 6128-ലും, ഏകദേശം 3,63,000 പുറത്ത് AnTuTu സ്കോർ 4128-ലും. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, 4GB എടുക്കരുത്. 6GB എടുക്കുകയാണെങ്കിൽ 15,000 രൂപയ്ക്ക് 6GB എടുക്കുക. 6000 mAh ബാറ്ററി, അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടും. 25 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് പെട്ടിയിൽ സാധനം വരുന്നില്ല. നിങ്ങളിനി 15,000 രൂപയ്ക്ക് ഈ ഫോൺ എടുത്താലും ശരി, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 15 പുറത്ത് ഒരു 1000 രൂപയും കൂട്ടണം. 16,000 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ്. ഇനി ആൻഡ്രോയിഡ് ഫോണിന് മുന്നേ നമ്മൾ സ്മൂത്തിലാണ് നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുക. അതായത് സ്മൂത്ത് 40 FPS BGMI ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കാം. പക്ഷേ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് ഇതിന് ഒരിക്കലും കണക്കാക്കരുത്. കാരണം ഇതിൻ്റെ പ്രീവിയസ് വെർഷനായിട്ടുള്ള സാംസങ് ഗാലക്സി F14 5G എൻ്റെ സ്വന്തം ചേട്ടൻ്റെ കയ്യിലുണ്ട്. ആൻഡ് അത് വലിയ ഗെയിമിംഗ് ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അത് 10,000-നാണ് വാങ്ങിയത്, പക്ഷേ എങ്കിലും കൂടി അത് എക്സിനോസും ആണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇത്. പക്ഷേ ഇനി അതൊരു ഗെയിമിംഗ് ഫോണൊന്നുമല്ല, ഒരു ഓൾറൗണ്ട് സാംസങ് ഫോൺ. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 One UI 6 വരുന്നുണ്ട്. ഇവിടെയാണ് അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. 4 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 years സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. ബ്ലോട്ട് വെയറൊന്നും കാര്യങ്ങളൊക്കെ കുറവാണ്. ആൻഡ് നിങ്ങളത് ഓപ്ഷനിലാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് അൺചെക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ബ്ലോട്ട് വെയർ വളരെ കുറവായിരിക്കും. നല്ല സ്മൂത്ത് UI ആയിരിക്കും. One UI അധികം പരാതിയില്ലാത്ത UI ആണ്.
അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഫോണിൻ്റെ അതായത് 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 4 വർഷത്തെ ആൻഡ്രോയിഡ് സപ്പോർട്ട് വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. അതായത് ആൻഡ്രോയിഡ് 14 ഉള്ള ആൻഡ്രോയിഡ് 18 വരെയൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് അത്യാവശ്യം നല്ല കാലത്തേക്ക് തന്നെ ആൻഡ്രോയിഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിന് 5 ഇയേഴ്സിൻ്റെയാണ് സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IR ബ്ലാസ്റ്റർ വരുന്നില്ല, USB Gen 2.0 ആണ് വരുന്നത്. പിന്നെ ഗൈറോസ്കോപ്പ് ഒക്കെ വരുന്നുണ്ട്. അതായത് സാധാ ഗൈറോസ്കോപ്പ് തന്നെ, സെൻസർ തന്നെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വിർച്വൽ അല്ല. ഇനി 13 5G ബാൻഡ്സ് വരുന്നുണ്ട്, വോയിസ് ഓവർ ന്യൂ റേഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്, ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് വരുന്നുണ്ട്, Wi-Fi 5, ബ്ലൂടൂത്ത് സ്റ്റേഷൻ 5.3. പിന്നെ IP റേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ റേറ്റിംഗ് ഒന്നും വരുന്നില്ല. വെള്ളത്തിൽ പിടിച്ച് മുക്കാൻ നിൽക്കേണ്ട, നനഞ്ഞാലൊക്കെ കുറച്ച് പണിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ, 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി, 1080p 30 FPS ആണ് ബാക്കിലും ഫ്രണ്ടിലും വീഡിയോ റെസൊല്യൂഷൻ. ആവറേജ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് പറയാം. കാരണം സാംസങ് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറ ചെയ്യാറുണ്ട്. അങ്ങനെ ഓൾറൗണ്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ എടുക്കേണ്ടതെന്ന് വേണേൽ പറയാം. കാരണം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഗെയിമിങ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബെറ്റർ ഓൾട്ടർനേറ്റീവും കുറവാണ്. അതാണ് വിഷയം. 15 രൂപയ്ക്ക് പക്ഷെ നിങ്ങൾക്ക് വേറെ, അതായത് കുറച്ച് ട്രസ്റ്റഡ് അല്ലാത്ത ബ്രാൻഡ്സ് നോക്കുവാണെങ്കിൽ നല്ല ഫോൺ കിട്ടും. പക്ഷെ അതേ സമയത്ത് നമ്മൾ പോക്കോൻ്റെ ഫോണൊക്കെ നോക്കുന്ന സമയത്ത് 15 രൂപയ്ക്ക് ഓഫറിനൊക്കെ നമ്മൾ പോക്കോ X5 കിട്ടാറുണ്ടായിരുന്നു, സ്നാപ്ഡ്രാഗൺ 695. ആൻഡ് ഈ ഇടക്കാലത്ത് 20 രൂപയാണ് ഏകദേശം വരുന്നത് പോക്കോ X6. പക്ഷേ അത് നമുക്ക് ഓഫർ ടൈമിൽ കുറച്ചുകൂടി നല്ല പ്രൈസിന് കിട്ടും. പിന്നെ മോട്ടറോളേൻ്റെ ഫോണുകൾ ഇറങ്ങുന്നുണ്ട് 15-ന്, നല്ല ഫോൺസ് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇൻഫിനിക്സ്, ടെക്നോ, ഇവർ നല്ല രീതിയിൽ പയറ്റുന്നുണ്ട്. പക്ഷെ അവരോട് ഒരു ട്രസ്റ്റ് വർത്തി അല്ലാത്തതുകൊണ്ടാണ്, അതായത് ട്രസ്റ്റ് കുറച്ച് കുറവാണ് നമുക്ക്, അതുകൊണ്ടാണ് വിഷയം. അപ്പം ഒരുവിധം എടുക്കാൻ പറ്റും സാംസങ് ആണ്. കാരണം സോഫ്റ്റ്വെയർ നല്ലതാണ്, ക്യാമറ കിട്ടുന്ന സാധനം നല്ലതായിരിക്കും. അൾട്രാ വൈഡൊന്നും പോരാ, ശരിയാണ്, 5 മെഗാ പിക്സലേ ഉള്ളൂ, കുറച്ചുകൂടി നല്ലത് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരു ആവറേജ് ഫോൺ, കുഴപ്പമില്ല എന്ന് പറയാം. ഭയങ്കര വലിയ പരിപാടിയൊന്നുമല്ല, കുഴപ്പമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, തൊഴിൽ ബെല്ലേക്ക് നോർത്ത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.